ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് DB വെക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ 3 ഫേസ് ഉപയോഗിക്കുന്ന സമയത്ത് ഐസൊലേറ്റർ, ELCB ഇതൊക്കെ എത്രയാണ് സെലക്ട് ചെയ്യേണ്ട, ആംബിയർ എന്തൊക്കെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 63 ആംസ് 4 പോൾ 30 മില്ലി ആംബിയർ, അതായത് എർത്ത് ലീക്കേജ് കറണ്ട് വരുന്നത് 30 മില്ലി ആംബിയർ അങ്ങനത്തെ ഐസൊലേറ്ററും അതുപോലെ തന്നെ ഈ RCCB ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. RCCBയുടെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഏകദേശം 4000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3 ഫേസിന് വരുന്നത്. സിംഗിൾ ഫേസ് നേരെ പകുതിയായിരിക്കും റേറ്റ് ഏകദേശം വരുന്നത്. ഇത് നമ്മൾ DBയിൽ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നമ്മൾ RCCB ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. RCCB 63 ആംസ് 30 മില്ലി ആംസ്. 63 ആംസ് എന്ന് വെച്ചാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജാണ് 63 ആംസ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ KCBയിൽ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കേഷൻസ് മസ്റ്റായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ RCCB DBയിൽ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതൊരു 3 ഫേസ് DB ആണ് വരുന്നത്. 3 ഫേസ് DB 6 വേ ആണ് വരുന്നത്. ഇത് നമ്മൾ ELCB ആദ്യമേ തന്നെ ഐസൊലേറ്റർ തൊട്ടപ്പുറത്ത് ELCB വെച്ചിട്ടുണ്ട്. ELCBയുടെ ട്രിപ്പിംഗ് വരുന്നത് ആ ബ്ലാക്ക് ബട്ടൺ കണ്ടോ, അതാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഇത് തന്നെയാണ് ട്രിപ്പിങ്ങിന് വരുന്നത്. മുകളിലേക്കാണെങ്കിൽ ഓൺ, താഴേക്കാണെങ്കിൽ ഓഫ് ട്രിപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഈ ടെസ്റ്റ് ബട്ടൺ കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് തന്നെ ഒരു ടെസ്റ്റ് ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടോ. ഇത് മന്ത്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം അല്ലെങ്കിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമല്ല RCCB കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇന്നും ഔട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഈ മുകളിൽ കാണുന്നതാണ് ഔട്ട് വരുന്നത്. നേരെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് താഴെയാണ് എൻ്റെ ലെയർ വരുന്നത്. 3 ഫേസ് ഒരു ന്യൂട്രും വരുന്നുണ്ട്. ആ 3 ഫേസ് നമ്മൾ നേരെ RCCBയുടെ ഔട്ട് വരുന്നത് സെലക്ടറിലേക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ന്യൂട്ര് നേരെ മുകളിലേക്ക് മൊത്തം കോമൺ ലിങ്കിങ് ആണ് വരുന്നത്. ഇത് അതിന് മുന്നേ കൊടുക്കുന്ന നമ്മുടെ മെയിനായിട്ട് വരുന്ന മീറ്റർ ബോക്സിൽ നിന്ന് നേരിട്ട് കണക്ഷൻസ് ഫ്യൂസ് വഴി നേരിട്ട് ഐസൊലേറ്ററിലേക്കാണ്. ഐസൊലേറ്റർ നമ്മൾ 63 ആംസ് തന്നെയാണ് കൊടുത്തത്. അവിടെ ഒറ്റ സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് 3 ഫേസ് ന്യൂട്രൽ ഒന്നിച്ച് ഓണാവുന്ന രീതിയിൽ. അതിൽ നിന്ന് നേരെ ഔട്ടാണ് ELCBയുടെ അല്ലെങ്കിൽ RCCBയുടെ ഇന്ന് വരുന്നത്. RCCBയുടെ ഔട്ട് വരുന്നത് കളർ കോഡിംഗ് ഉള്ള വയർ കാണാം. അതിൽ നിന്ന് നേരെ സെലക്ടറിലേക്ക് വരുന്നു. സെലക്ടറിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന MCB സെക്ഷനിലേക്ക് RYB എന്ന് പറയുന്ന ഓരോ സെക്ഷനിലേക്കാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീടുകളിൽ പുതിയതായിട്ട് വെക്കുന്ന വീടുകളിൽ നമ്മൾ സിംഗിൾ ഫേസ് DB അതിനേക്കാൾ ബെറ്റർ 3 ഫേസ് DB വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 2 AC അല്ലെങ്കിൽ ഒരു AC, ഏറ്റവും കുറഞ്ഞ ഒരു ACക്ക് മുകളിൽ 2 AC ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മിനിമം 3 ഫേസ് DB എങ്കിലും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പൊളിച്ച് മാറ്റി വെക്കുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ഓൾറെഡി നമ്മൾ വീട് വെക്കുന്ന സമയത്ത് തന്നെ 3 ഫേസ് DB കൊടുത്തിട്ട് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താൽ മതി. പിന്നീട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് 3 ഫേസിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.